എല്ലാം കാണുന്നുണ്ടല്ലോ. ചുറ്റും ചുറ്റുന്നുണ്ടോ ചുറ്റുന്നുണ്ടോ ആൾക്കാർ ഈ വശം അടച്ചായിട്ടോ അല്ല ഇതുണ്ട് കുറെ വണ്ടിയും കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെല്ലാം അപ്പുറത്തെ ഇതിപ്പോ റോഡാക്കുന്നുണ്ടല്ലേ പ്രശ്നമുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് അമ്പലത്തെ റോഡിലേക്ക് ഓർച്ച കയറ്റില്ല നല്ല അടച്ചിട്ട് ഇത് വേറെ കൊണ്ടോ ഇത് സർക്കാർ ചെയ്തിട്ടുണ്ടാവും അടച്ചിട്ടൊന്നുമില്ല അമ്പലം അല്ല ആള് പോകുന്നു ഇത് നമ്മൾ വണ്ടി കയറ്റി കൂടാന്നില്ല ഇതെല്ലാം പോലെ എന്നിട്ട് ആടെ നിർത്തിയില്ലേ എന്തും വണ്ടിട്ട് നോക്കാക്കി രാത്രി കാര്യങ്ങളൊക്കെ ഒരു വെള്ളടിക്കുന്നതുകൊണ്ടാണോ മണ്ണാലിങ്ങനെ ആക്കാൻ വേണ്ട അമ്പലത്തിൽ പരിപാടി വേണ്ടേ റോഡില്ല നോക്കണ്ട ഞാനിപ്പം പോയിട്ടേ അതിനെ മാത്രം എന്തെങ്കിലും അമ്പലത്തിന്റെ ആവശ്യത്തിന് മാത്രം പോലെ ഇരുട്ടത്തെങ്ങനെ പോയി ശരിക്കും പോയിട്ടെങ്കിൽ നമുക്കൊരു വിഷമല്ലെങ്കിൽ അതന്നെ പോയിക്കോ അല്ലെങ്കിൽ അവിടെ ആരും ആഴ്ചയിലേക്ക് ചെയ്താ ഇതിലേ പോയിക്കോ അങ്ങനെ ഉണ്ടാക്കണ്ടല്ല അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ശിവക്ഷേത്രത്തിലേക്ക് വരികയാണ്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നൊക്കെ എടുത്തു. അപ്പോൾ അതിന് ഞാൻ വോയിസ് പറയുന്നില്ല. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് തന്നെ ശിവക്ഷേത്രം കാണാം. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻ്റ് ഇട്ട് അറിയിക്കുക. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് അറിയിക്കുക. പിന്നെ ഇവിടെ വണ്ടി കയറുന്ന റോഡൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എന്തോ പാർക്കിംഗ് വന്നിട്ടുണ്ട് മാടായിൽ. അപ്പോൾ മാടായിലുള്ളൊരു ശിവക്ഷേത്രമാണ്. അപ്പോൾ മാടായിൽ ഇപ്പോൾ എന്തോ പാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന വഴി അടച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എൻ്റെ മുഖം കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മുണ്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാടായിക്കാവിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അമ്മ ഒരു ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിപ്പം ഇവിടെ വന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ മാടായിക്കാവിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് പോവാം. അമ്മ അമ്പലത്തിലേക്ക് എത്താനായി. അപ്പം വാഹനങ്ങൾ പ്രവേശിക്കാത്തതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ്. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോയിലാണ് വന്നത്. അപ്പം നടന്ന് വരികയാണ്. നമുക്ക് എൻ്റെ അനിയൻ മുമ്പ് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ ആൻറ്റി 2 അമ്മമ്മമാരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക്
അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ കാണിച്ചതാ. മാടായി ശ്രീ വടക്കുന്തേശ്വര പൂജാ സ്റ്റോർ. അത് സ്റ്റോറാണെങ്കിൽ മാറിപ്പോയി. ചെറിയൊരു അമ്പലത്തിലേക്ക് വരുന്ന ഞാൻ ഈ അമ്പലം ഒന്ന് കാണിച്ചാൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് അമ്പലം. അപ്പം ഉള്ളിൽ ഉള്ളിൽ വോയിസ് ഞാൻ ഇടൂല, ഉള്ളിൽ പോവാം. അപ്പം പോവാണ് പോയി. അപ്പോൾ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൻ്റെ വ്യൂ നിങ്ങളെ കാണിക്കാൻ. അമ്പലത്തിൻ്റെ വ്യൂ. അമ്പലത്തിൻ്റെ ഒരു വളക്കോല. അപ്പം നമുക്ക് ഉള്ളിൽ പോയി ഞാൻ വോയിസ് എടുക്കൂല ഗൈസ്. പിന്നെ അമ്മ, അനിയൻ, അമ്മമ്മ, ആൻറ്റി എല്ലാവരും ഉണ്ട്. അമ്പലത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്ന് എടുക്കുക. ആണ് അമ്പലത്തിൻ്റെ പോയിൻ്റ്. എൻ്റെ അമ്മമ്മ വല്ലാത്ത പൈസ പോകുന്നുണ്ട്. നമുക്ക് അമ്പലത്തിലെ തൂണൊക്കെ കുറച്ച് പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം നോക്കും. നടരാജ മണ്ഡപം എന്ന് പറഞ്ഞ മണ്ഡപമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇവിടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു രാവിലെ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. പൈസ അമ്പലത്തേക്ക് പോവാം. എടുത്തൂടാ. അമ്മ ഉള്ളിൽ പോകുന്നതുകൊണ്ട് അമ്മ കട്ടാക്കാണ്. അപ്പോൾ ഗൈസ് ഉള്ളിൽ നടേൻ്റെ ഉള്ളിൽ കയറേണ്ടി ഫോൺ എടുത്തൂടാ പറഞ്ഞ്. അപ്പം നമ്മൾ ആചാരങ്ങളൊന്നും തെറ്റിച്ചിട്ട നമ്മൾ ഫോൺ എടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് നേരം കട്ടാക്കി വെച്ച്. അപ്പം അമ്മ ഇനി അമ്പലത്തിൻ്റെ പുറത്തേക്ക് കൂടി ഒന്ന് ചുറ്റം വെക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രീ അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് വരാം. അപ്പം എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തൊണ്ടയ്ക്ക് എന്തോ ഛർദി. ഞാൻ ഫുഡ് ഛർദിച്ചു. എന്നിട്ട് അതിനെ പിന്നെ ഞങ്ങൾക്ക് സൗണ്ട് ഇങ്ങനെയാണ്. എൻ്റെ അമ്മ അവരുടെ അടുത്ത് പോവാണ്. എന്നിട്ട് നമുക്ക് ശ്രീ അയ്യപ്പൻ്റെ അടുത്ത് നമുക്ക് പോവാം. അപ്പം അങ്ങോട്ട് പോകുന്നു, ഇറങ്ങാം. ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം, ശ്രീ അയ്യപ്പൻ ക്ഷേത്രം. ശിവക്ഷേത്രമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു അയ്യപ്പൻ്റെ ഒരിതാണ്. തോതു നമുക്കൊന്ന് തോവാം. അയ്യപ്പൻ്റെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് കാണാം. ഇതൊരു അടിപൊളി ക്ഷേത്രം തന്നെയാണ്. രാത്രി നേരത്തിലൊക്കെ ഒരു വൈബ് സ്പോട്ട് പോലെ ആയ ക്ഷേത്രം.